അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണല്ലോ. ഇന്നത്തെ രാത്രി നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നിങ്ങളുടെ എത്ര വലിയ മുറാദുകളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിറവേറിക്കിട്ടാൻ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇന്ന് രാത്രി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ ഉദ്ദേശം നടത്തിത്തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ. എന്നാൽ അതിന് ഫലം ഉറപ്പാണ്. എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ കാര്യം അവരുടെ ജീവിതത്തിൽ ചെയ്ത് ഫലം കണ്ടെത്തിയൊരു കാര്യമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മഹത്വമേറിയ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാവിലാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ മഹത്വവും പൗരുഷവും വെള്ളിയാഴ്ച രാവിനാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നിങ്ങൾ ഈ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നിറവേറ്റി തരുന്നതാണ്. മാത്രമല്ല വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് വലിയ പ്രതിഫലമാണ്, ഇരട്ടി പ്രതിഫലമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ഓതുന്നതിനേക്കാൾ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് അസർ മുതൽ വെള്ളിയാഴ്ച ദിവസം അസർ വരെ ഈ സമയങ്ങളൊക്കെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് പവിത്രതയുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്തൊക്കെ നിങ്ങൾ ധാരാളം അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് എടുക്കുക. ധാരാളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നത് അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരുന്ന സൂറത്തുണ്ടല്ലോ, ഞാനൊക്കെ എൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനുണ്ടെങ്കിൽ ഈ സൂറത്ത് ഓതിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാനുണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാനുണ്ടെങ്കിൽ, അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നിന്നൊക്കെ പേപ്പർ വർക്ക് ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ, അതായത് പഞ്ചായത്തിൽ നിന്ന്, ഓഫീസിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, ഇങ്ങനെ തുടങ്ങിയ എന്ത് കാര്യമായിക്കോട്ടെ, നമ്മളൊരു ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി നമുക്ക് ലഭിക്കാൻ, ഇങ്ങനെ എന്ത് തന്നെ നമ്മുടെ ദുനിയാവിലെ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടി ഈ സൂറത്ത് ഒരു വട്ടം ഓതിക്കൊണ്ട് ദുആ ചെയ്താൽ തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കത് നിറവേറ്റി തരും. പ്രധാനമായും ഞാനൊക്കെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിലെയൊക്കെ എൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാനുണ്ടെങ്കിൽ ഞാൻ ഈ സൂറത്ത് ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് എൻ്റെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നു കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരു വട്ടം പതിവാക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം അത്രത്തോളം നേട്ടങ്ങളാണ് ഈ സൂറത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ സൂറത്ത്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ മുഅ്മിനീങ്ങളായ മനുഷ്യരായ നമുക്കൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത്. എന്നാൽ ഈ സൂറത്ത് നിങ്ങൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമൊക്കെ 1000 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അവൻ മരിക്കുന്നതിന് മുമ്പായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ അവൻ മരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. ഇതിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സൂറത്തിന് എത്രത്തോളം മഹത്വമുണ്ട് എന്നുള്ളത്. ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതുന്നവരാണെങ്കിൽ
അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രയാസങ്ങൾ നൽകില്ല. പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ്. ആ പ്രയാസങ്ങളൊന്ന് മാറിക്കിട്ടാനായിരിക്കും പലരും ഈ വീഡിയോ കാണുന്നത് തന്നെ. അതായത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും, കല്യാണം ശരിയാകാത്തവരുണ്ടാകും, മക്കളില്ലാത്തവരുണ്ടാകും, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവരുണ്ടാകും, ജോലിയില്ലാത്തവരുണ്ടാകും, ജീവിതത്തിൽ എന്നും വിഷമം, എപ്പോഴും ടെൻഷൻ, ഒരു സമാധാനമില്ല, ഒരു കാര്യവും നടക്കുന്നില്ല, എല്ലാത്തിലും തടസ്സങ്ങൾ, ജീവിതം തന്നെ മടുത്തു പോയിരിക്കുകയാണ്, തുടങ്ങുന്നതെല്ലാം പരാജയത്തിൽ, ബിസിനസ് പരാജയപ്പെട്ടു പോവുകയാണ്, ജോലിയില്ല, ഉള്ള ജോലിയിൽ ബറക്കത്തില്ല, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകില്ല. ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവായി ഓതിയാൽ മാത്രമല്ല ഒരു കുടുക്കിലും നമ്മൾ പെട്ടുപോകില്ല. എത്രയോ ആളുകളുണ്ട് പല കള്ളക്കേസിൽ പെട്ടുപോകുന്നത്, അതുപോലെ പലരുടെയും വലയിൽ പെട്ടുപോകുന്നത്, ശൈത്താൻ്റെ വലയിൽ പെട്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ഒരാളുടെയും വലയിൽ പെടാതെ, ഒരു കുടുക്കിലും പെടാതെ, ഒരു അപകടങ്ങളിലും പെടാതെ, ഒരു പ്രതിസന്ധികളിലും പെടാതെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കും. ഈ സൂറത്ത് ഒരു പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കിയാൽ മാത്രമല്ല, ഈ സൂറത്ത് ഒരു പ്രാവശ്യം പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷമായിരിക്കും, എപ്പോഴും സന്തോഷമായിരിക്കും, അവർക്ക് ടെൻഷൻ ഉണ്ടാകില്ല, മനസ്സമാധാനം അള്ളാഹു സുബ്ഹാനഹു തആല നൽകും. അതുപോലെ ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം നൽകില്ല. അവൻ അറിയാത്ത വഴികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത നൽകും. മരണം വരെ അവനിക്ക് കടങ്ങളുണ്ടാകില്ല, സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല. നാം എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും മാത്രമല്ല നിത്യവും അതിനു വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും നെട്ടോട്ടം ഓടുന്നത്. നേരം പുലർന്നു കഴിഞ്ഞാൽ പണമുണ്ടാക്കാൻ, കുടുംബം നോക്കാൻ, ജീവിതത്തിൽ ആരുടെ മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ, നമ്മുടെ മക്കളെ പോറ്റാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകും. ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുകയും ചെയ്യും. അതുപോലെ നമ്മുടെ അസുഖങ്ങൾ മാറിക്കിട്ടും. എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അസുഖങ്ങൾ നൽകില്ല. ഇനി എന്തെങ്കിലും രോഗങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ രോഗം വളരെ വേഗത്തിൽ അല്ലാഹു അത് ശിഫയാക്കി കൊടുക്കും. രോഗങ്ങളുള്ള ആളുകളൊക്കെ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും ഓതിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മറക്കല്ലേ. പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുന്ന ആളുകൾ സത്യസന്ധരായി മാറും. അവർക്ക് കളവ് പറയാൻ സാധിക്കില്ല, അവരുടെ നാവിൽ നിന്നും കളവ് വരില്ല. അവർക്ക് സത്യം മാത്രം പറയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഒരു തെറ്റിലേക്കും അവർ പോകില്ല. പിന്നീട് അവർ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്ത് എടുക്കുന്നവരായി മാറും. നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായി, നല്ല മുഅ്മിനായി ജീവിക്കുന്നവരായി മാറും. മാത്രമല്ല അവർ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും മഹത്വം ലഭിക്കുന്ന ആ സൂറത്താണ് സൂറത്തുൽ ഖദർ. ഈ സൂറത്താണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ കരുതി, നിങ്ങളുടെ ആഗ്രഹം നീതി, നിങ്ങളുടെ പ്രയാസം മനസ്സിൽ കരുതി ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ പ്രയാസങ്ങൾ മാറ്റിത്തരും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടത്തിത്തരും. അതുപോലെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ സൂറത്ത് 1000 പ്രാവശ്യം ഓതിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ സൂറത്ത് നിങ്ങൾ ഒരു 1000 പ്രാവശ്യം ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മാത്രമല്ല നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് പുറത്തിറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ
പോകുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾക്ക് നടത്തി തരും. മാത്രമല്ല എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ ആക്സിഡൻറ്റുകളിൽ നിന്നും, ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല ആ യാത്രയിൽ നിങ്ങൾക്ക് കാവൽ നിൽക്കും. നിങ്ങളുടെ എല്ലാ ഉദ്ദേശവും, ആ യാത്രയിലുള്ള എല്ലാ ഉദ്ദേശവും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അപ്പോൾ ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ഇന്ന് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ ഒരു വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് പതിവായി ഓതുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല നാം ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. മരിക്കുമ്പോൾ ഈ ഈമാനോടുകൂടി മരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും ലഭിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.